ഓക്കെ മക്കളെ, ഇപ്പോൾ കുമാരനാശാന്റെ കുട്ടിയും പൂമ്പാറ്റയും എന്ന കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ചന്തം, എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമമ്മ ചൊന്നാൽ. നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. അല്ലേ? നല്ലൊരു പോയോ അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ പേജ് നമ്പർ 60. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പാഠഭാഗം? ഇല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് കുട്ടിയും പൂമ്പാറ്റയും എന്ന കവിത? കുമാരനാശാന്റെതാണ് അല്ലെ? ആശാനെ പറ്റി നമുക്കറിയില്ലേ? അറിയോ നിങ്ങക്ക് കുമാരനാശാനെ? അറിയോ കുമാരനാശാനെ? ആരാണ് സൂര്യദേവേ കുമാരനാശാൻ? ആരാണ്? ആദിദേവിനും അറിയാ പറഞ്ഞോ? ആർക്കൊക്കെ അറിയാം കുമാരനാശാനെ? കേട്ടിട്ടുള്ളവരാരൊക്കെയാ ആശാനെ? എന്തറിയാം ആശാനെ പറ്റി? ആദിദേവ് പറഞ്ഞോ. പ്രാചീന കവിത്രയങ്ങളിൽ. ഓക്കെ, ആരാണ്? ആരാണ് പ്രാചീനാണോ ആധുനികാണോ? പ്രാചീന കവിത്രയങ്ങളൊന്നും. സൂര്യദേവ് എന്താ പറയുന്നത്? സൂര്യദേവേ അൺമ്യൂട്ട് ചെയ്തോ. പറഞ്ഞോ സൂര്യദേവേ, പ്ലീസ് അൺമ്യൂട്ട്. ആധുനിക പറഞ്ഞോ സൂര്യദേവേ, അത് അൺമ്യൂട്ട് ചെയ്യുമോനെ. പറഞ്ഞോ. എന്തേ മ്യൂട്ടാവുന്ന വീണ്ടും വീണ്ടും? ആരാണ് ആശാൻ? ആരാണ് ആശാൻ? മിസ് പറയുന്നതിന് സൗണ്ട് ഇല്ല. കേൾക്കുന്നില്ലേ മക്കളെ നിങ്ങൾക്ക്? ഇപ്പൊ കേൾക്കാം. നേരത്തെ ചെറിയ സൗണ്ട് ആയിട്ട് കയ്യിന്ന് വിടുമ്പോഴാണ് അല്ലെ? അപ്പൊ ഇപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ആശാൻ ആദിദേവ് പറഞ്ഞു പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണെന്നാണ് ആദിദേവ് പറഞ്ഞത്. ഇനി അഭിപ്രായം ആർക്കെങ്കിലും വേറൊരു അഭിപ്രായം ഉണ്ടോ? സൂര്യദേവ് എന്തോ പറയാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ കേട്ടില്ല. ഓക്കെ, ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ. ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ആരൊക്കെയാണ് ആദിദേവേ? ആദിദേവേ എവിടെയോ ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ആരൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ അല്ലേ? അവിടെ ആശാൻ ഉണ്ടോ പ്രാചീന കവിത്രയങ്ങളില്? ഓക്കെ, തെറ്റിപ്പോയത് അതല്ലേ മോനെ? ഓക്കെ, അപ്പോ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ അല്ലേ? അപ്പൊ അവൻ അത്രയെങ്കിലും അവനത് പറയാൻ ശ്രമിച്ചു അല്ലേ? അപ്പൊ അവന് പ്രാചീന കവിത്രയങ്ങളെ അറിയാം, ആധുനിക കവിത്രയങ്ങളെ അറിയാം. ആരൊക്കെയാണ് ഈ പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും? മിസ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഓരോ പാടെടുക്കുമ്പോഴും, ഇല്ലേ? അപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു? പ്രാചീന കവിത്രയങ്ങൾ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ഈ 3 പേരാണ് പ്രാചീന കവിത്രയങ്ങൾ. മാറിപ്പോകരുത്, പ്രാചീന കവിത്രയങ്ങളാണ് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. നമ്മൾ ഇപ്പൊ പറഞ്ഞ ആളാരാ? കുമാരനാശാനാണ് അല്ലേ? അപ്പൊ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ്. കവിത്രയം എന്ന് പറഞ്ഞ അത്രയാണ് മക്കളെ.
ത്രയം എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥം? 3. ത്രയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 എന്നാണ്. ദ്വയം എന്ന് പറഞ്ഞാൽ 2, ഏകം എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം. അപ്പോ ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ കവികളിൽ 3 പേര് അല്ലേ? അപ്പൊ ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ എന്നാണ് ഇനി മിസ് പറയുന്നത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആരൊക്കെയാണ്? ആശാൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണൻ അല്ലേ? അപ്പൊ വള്ളത്തോൾ ഫുൾ നെയിം ആണ് ഇപ്പൊ മിസ് പറഞ്ഞത്. ആര്? കുമാരനാശാൻ. ആശാൻ കുമാരനാശാൻ. വള്ളത്തോൾ എസ് പരമേശ്വരി വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഓക്കെ, ആ 3 പേരാണ് ആധുനിക കവിത്രയങ്ങള്. അപ്പൊ ഇനി പല പ്രാവശ്യം ചോദിക്കുമ്പോ ഇത് ഓർമ്മയുണ്ടാവണം എല്ലാവർക്കും. ഓക്കെ, എല്ലാരും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ആര്? കുമാരനാശാൻ അല്ലെ? കുമാരനാശാന്റെ കവിതയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇന്ന് അല്ലെ? എന്താണ്? കുട്ടിയും പൂമ്പാറ്റിയും അല്ലെ? ഓക്കെ, അപ്പോ ഇനി ഓർമ്മിക്കണം, ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ. ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങള്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓക്കെ, ആശാന്റെ ഫുൾ നെയിം ആശാൻ കുമാരനാശാൻ. ആശാന്റെ ഫുൾ നെയിം എന്താണ്? പൂർണ്ണമായ പേര് കുമാരനാശാൻ. നെക്സ്റ്റ് വള്ളത്തോൾ നാരായണ മേനോൻ. പിന്നെയോ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആ 3 പേരാണ് ആധുനിക കവിത്രയങ്ങള് അല്ലേ? ആശാൻ ആശയഗംഭീരൻ, പിന്നെയോ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ഈ 3 പേരുകൾ അവരുടെ കവിതകളെ അറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അതിൽ കുമാരനാശാന്റെ കുട്ടിയും പൂമ്പാറ്റയും എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ. അപ്പൊ നമ്മൾ മിസ് ഒന്നും കൂടെ അത് പാടാ. ശ്രദ്ധിക്കുക, ലൈൻസ് ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവിന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാനമ്മേ വയ്യേ എനിക്കോ പറപ്പാൻ. അല്ലേ? ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോ മലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമമ്മ ചൊന്നാൽ. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. ഒന്നുകൂടി പാടാ, ശ്രദ്ധിക്കുക. പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാവും. എബിൻ ബിജു ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാനമ്മേ വയ്യ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകല്ല എന്നോ മലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമമ്മ ചൊന്നാൽ. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. അല്ലെ? എന്താണ് ലാസ്റ്റ് ലൈനിൽ പറഞ്ഞത്? നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. നമ്മൾ എന്താണ് അറിയേണ്ടതെന്നാ പറഞ്ഞത്? ഓമനെ, കുട്ടിയെ വിളിക്കുന്നത് എന്താ പറയുന്നത്? എല്ലാം ദൈവസങ്കല്പമാണ്. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം അല്ലേ? എല്ലാം ദൈവത്തിന്റെ നിശ്ചയത്തിലാണ് നടക്കുന്നത് അല്ലേ?
അപ്പൊ എന്താണ് അവിടെ ആദ്യം പറഞ്ഞത്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ. വല്ലി എന്താ അർത്ഥം? വല്ലി വല്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? വെള്ളി. വള്ളി അല്ലെ? ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. കുട്ടി എന്താ അമ്മയോട് പറയുന്നത്? വള്ളിയിൽ നിന്ന് പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. അപ്പോ ആരാ പറന്നു പോകുന്നത്? പൂക്കളാണോ പറന്നു പോകുന്നത്? നിങ്ങൾക്ക് എന്താണ് അവിടെ പൂക്കളല്ല, പൂമ്പാറ്റകളാണ്, ചിത്രശലഭങ്ങളാണ് പറന്നു പോകുന്നത് അല്ലെ? അപ്പൊ ചിത്രശലഭങ്ങൾ എങ്ങനെയാണ്? പൂക്കളെ പോലെ ഭംഗിയുള്ളതാണ് അല്ലേ? അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ചിത്രശലഭത്തിനെ, പൂമ്പാറ്റയെ ആരെങ്കിലും? എങ്ങനെയാ അവര്? നല്ല കളർഫുൾ ആയിട്ടായിരിക്കും അല്ലേ? ചിത്രശലഭങ്ങൾ എങ്ങനെയാ? നല്ല കളർഫുൾ ആയിട്ട് പൂക്കളെ പോലെ ഭംഗിയുള്ളതായിരിക്കും അല്ലേ? അപ്പൊ കുട്ടി എന്താ പറയുന്നത്? അമ്മേ എന്താ പറയുന്നത്? ഈ വള്ളിയിൽ നിന്ന് പൂക്കള് പോവുന്നിതാ പറന്നമ്മേ. പൂക്കള് പറന്നു പോകുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ പൂക്കളാണോ പോകുന്നത് അല്ലേ? കുട്ടിക്ക് തെറ്റിയതാണല്ലേ? പൂക്കളല്ല, പൂമ്പാറ്റകളാണ് പറന്നു പോകുന്നതെന്നാണ് അമ്മ പറയുന്നത് അല്ലേ? അപ്പൊ പൂമ്പാറ്റകളെ കണ്ടിട്ട് കുട്ടി സംശയിക്കുകയാണ്, എന്ത്? പൂക്കളാണ് പറന്നു പോകുന്നതെന്ന് അല്ലേ? അപ്പോ പൂമ്പാറ്റകളും പൂക്കളെ പോലെ ഭംഗിയുള്ളവയാണ് അല്ലേ? നല്ല കളർഫുൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ പൂമ്പാറ്റകളെ? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ എന്ന് പറഞ്ഞു അല്ലേ കുട്ടി? പൂക്കള് വള്ളിയിൽ നിന്ന് പാറിപ്പോകുന്നു എന്ന് പറഞ്ഞു അല്ലെ? അന്നേരം എന്താ അടുത്ത ലൈനിൽ അമ്മ പറയുന്നത്? തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഉണ്ണി നിനക്ക് തെറ്റി അല്ലേ? നിനക്ക് തെറ്റാണ് നീ പറഞ്ഞത്. പിന്നെന്താ ചൊല്ലാം? നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. നല്ല പൂമ്പാറ്റകളല്ലേ പറന്നു പോകുന്നത്, പൂക്കളല്ലല്ലോ. ഉണ്ണി നിനക്ക് തെറ്റിന്ന് പറയുന്നത് അല്ലേ? പിന്നെന്താ പറയുന്നത് അടുത്ത്? മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മേൽക്കുമേൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പറക്കുമ്പോ നോക്കമ്മേ, വിണ്ണിൽ നിന്ന് നോക്കുമ്പോ, വിണ്ണ് ഭൂമി അല്ലേ? അവിടുന്ന് നോക്കുമ്പോ എന്തൊരു ഭംഗി. വിണ്ണ് ഭൂമിയല്ല ആകാശമാണ് കേട്ടോ. നിന്ന് തെറ്റുമ്പോ പറയലല്ലേ മക്കളെ? അപ്പോ ആകാശത്തിലേക്ക് നോക്കുമ്പോ, മുകളിലോട്ട് നോക്കുമ്പോ എന്തൊരു ഭംഗിയാണ് കാണാൻ എന്ന് പറയുന്നത് അല്ലേ? മേൽക്കുമേൽ ഇങ്ങിവ പൊങ്ങി 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 പറക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയാണ് കാണാൻ എന്ന് പറയുന്നത് അല്ലേ? വിണ്ണ്, ആകാശം. ചെമ്മേ നമ്മൾ കഴിഞ്ഞ ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ചെമ്മേ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്താ അർത്ഥം ചെമ്മേ? വള്ളിയിൽ നിന്ന് ചെമ്മേ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഭംഗിയായിട്ട് പറന്നു പോകുന്ന പൂക്കൾ എന്ന് പറയുമ്പോ അല്ല ഉണ്ണി, അത് നല്ല പൂമ്പാറ്റകളാണ് പറന്നു പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ? രണ്ടാമത്തെ വരിയില്. അത് കഴിഞ്ഞ് മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ, ആകാശത്തിലേക്ക് നോക്കമ്മേ എന്തൊരു ഭംഗി എന്ന് പറഞ്ഞു അല്ലേ? അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. അപ്പോ പൂമ്പാറ്റകളുടെ കൂടെ പോയിട്ട് കളിക്കാൻ എനിക്ക് പറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ആര്? കുഞ്ഞ്. പൂമ്പാറ്റകളുടെ കൂടെ പറന്ന് കളിക്കാൻ ആർക്ക്? കുഞ്ഞിന് പറ്റുമോ? പറക്കാൻ പറ്റില്ല അല്ലേ? അന്നേരം എന്താ പറയുന്നത്? അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. എനിക്ക് പറക്കാൻ പറ്റില്ലല്ലോ പറയുന്നു. അപ്പൊ എന്താ അമ്മ പറയുന്നത്? നിങ്ങളും പറയൂ അല്ലേ? പറ്റാത്ത കാര്യങ്ങളിലൊക്കെ പോകാൻ തലയിടാൻ ശ്രമിക്കൂ അല്ലേ? അപ്പോ അമ്മ എന്താ പറയുന്നത്? ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കല്ല എന്നോമലുണ്ണി അല്ലേ? മാഴ്കൊല്ല പറഞ്ഞ എന്താ അർത്ഥം? കരയരുത് അല്ലേ? ആകാത്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നീ ഇങ്ങനെ സങ്കടപ്പെടരുത്, കരയരുത് അല്ലേ? വെറുതെ സങ്കടപ്പെടാൻ പാടില്ല. പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടരുത്, കരയരുത് എന്നാണ് പറഞ്ഞത് അല്ലേ? ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ വെറുതെ മാഴ്കല്ല എന്നോമലുണ്ണി. മാഴ്കൊല്ല, കരയരുത് എൻ്റെ ഉണ്ണി, നീ കരയരുത്. പിച്ച നടന്നു കളിപ്പൂ
നീ പിച്ചകമുണ്ടോ നടപ്പൂ. എന്താ പറഞ്ഞേ? പിച്ച നടന്ന് കളിക്കല്ലേ. ഈ പിച്ചക പോക്കെടുത്ത് കളിക്ക്, നീ ഇവിടുന്ന് കളിക്ക്, അതാ നിനക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞു. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാമമ്മ ചൊന്നാൽ. അല്ലെ, അപ്രകാരം അമ്മട്ട് അപ്രകാരം ചെയ്താല് ഞാൻ നിനക്ക് ഒരു ഉമ്മ തരാം. അമ്മ ചൊന്നാൽ പറഞ്ഞു അല്ലെ. നാമിങ്ങറിയുവതൽപ്പാമെല്ലാം ഓമനെ ദൈവസങ്കല്പം. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാം ദൈവകൽപ്പിതങ്ങളാണ്. ദൈവമാണ് എല്ലാം നിശ്ചയിക്കുന്നത് അല്ലെ. അപ്പോ ഓമനെ എല്ലാം ദൈവസങ്കല്പമാണ്. കുഞ്ഞിനോട് പറയാണ്, പക്ഷികൾക്കും പൂമ്പാറ്റകളും ഒക്കെയാണ് പറക്കാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് പറ്റുന്ന കാര്യങ്ങള് ദൈവം നമുക്കായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ആ ലാസ്റ്റിനല്ലോ, നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. ദൈവത്തിന്റെ നിശ്ചയത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നിനക്ക് പറക്കാൻ പറ്റൂല വിചാരിച്ച് നീ കരയരുത്. നിനക്ക് മറ്റുള്ള കഴിവുകൾ ഒരുപാട് ദൈവം തന്നിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്യുക, അതാണ് പറഞ്ഞത്. അത് ലാസ്റ്റിന് നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി അത് പറയാം മിസ്, ശ്രദ്ധിക്കുക. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാനമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാമമ്മ ചൊന്നാൽ. നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. അപ്പൊ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാം ദൈവ സങ്കല്പങ്ങളാണ് അല്ലേ, ദൈവകൽപ്പിതങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലേ കാര്യങ്ങള്. ഓക്കെ, അപ്പോ ആരോ ഒന്ന് ഇത് വായിക്കുന്നേ പാഠഭാഗം? വായിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ വായിക്കാം. ഷെഫി എന്നാ വായിക്കും. ഷെഫിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഷെഫി? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ ഇതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. വീണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യേ പറക്കാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾഗല്ല മാൾഗല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാമമ്മ ചൊന്നാൽ. നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഓക്കെ, ഞാൻ വായിക്കാം. ഓക്കെ, വായിച്ചോ.
പാഠം 19 കുട്ടിയും പൂമ്പാറ്റയും. ഈ വെള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മമാൾ കൊല്ലായെന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിരായതെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. യുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. നെക്സ്റ്റ് അൽന. ഞാൻ വായിക്കാം. അൽന. പാഠം 15. യെസ്. പാഠം 15 കുട്ടിയും പൂമ്പാറ്റയും. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവിന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളെയില്ലെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ നോക്കമ്മേ എന്തൊരു ചന്തം. മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തേ. എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മിട്ടലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം ചൊന്നാൽ. നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. ഓക്കെ നെക്സ്റ്റ് ആരാ? ഓക്കെ എന്നാ കൃപാമേരി. പാഠം 15 കുട്ടിയും പൂമ്പാറ്റയും. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യെനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാമാൾ കൊല്ലായെന്നോമലുണ്ണി. പിച്ച നടന്ന് കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമമ്മ ചൊന്നാൽ. നാമിങ്ങനറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. ഓക്കെ നെക്സ്റ്റ് ഷംവീൽ. ഷംവീലിന് കേൾക്കുന്നില്ലേ? ഷംവീലെ ഈ വില്ലയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളെല്ലാം. മേൽക്കുമേലിങ്ങ് പോയി വീണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ ഈ കളിക്കപ്പോ അമ്മേ അയ്യപ്പനെനിക്കു പറപ്പാൻ. ആകാശത്തിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്ന് കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ.
വീട്ടലായിരുന്നാൽ ഞാനൊരു ഉമ്മ തരാമമ്മ ചൊന്നാൽ നിരൂപം എല്ലാം നാമിങ്ങറിയുവതൽപ്പം വായിച്ചേ ഷമ്മിലെ. നാമിങ്ങറിയുവതൽപ്പം നാമേയൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഓക്കെ, ഇനി ഒരു 1 മിനിറ്റേ ഉള്ളൂ. ശ്രീദേവ് ഒന്ന് വായിച്ചോ. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂ പൂമ്പാറ്റകളിൽ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടി കളിപ്പാനമ്മേ, വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങി എണ്ണി ചുമ്മാ